ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് കൊല്ലം ജില്ലയിലെ ഒരു പ്രകൃതി മനോഹരമായ ഒരു കൊല്ലം ജില്ലയിലെ പാലക്കാട് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സ്പോട്ടിലാണ്. അപ്പോൾ നമ്മൾ മലനാടിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ ഒരു നാച്ചുറൽ വൈബ് എന്ന് വെച്ചാൽ വളരെ അടിപൊളിയാണ്. വളരെ നാച്ചുറലായിട്ട് നമുക്കിതൊക്കെ ആസ്വദിക്കാൻ പറ്റും ഗേസ്. കാരണം ഇവിടെ പ്രത്യേകമായിട്ട് നല്ല നെല്ലിൻ്റെ പാടമുണ്ട്, നെൽപ്പാടം. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു സ്പോട്ടാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ പുന്നമൂട് പുഞ്ചേലക്കൂട്ട് തന്നെ ഒരു അടിപൊളി സ്പോട്ടാണ്. നമുക്ക് റിലാക്സ് ആയിട്ട് വന്ന് ഇവിടെയൊക്കെ ഇരിക്കാൻ പറ്റും. പിന്നെ ഒരു പ്രകൃതി വൈബ് ആസ്വദിച്ചിങ്ങനെ ഇരിക്കാം. പിന്നെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഡ്രോണൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഡ്രോൺ ഷോട്ടൊക്കെ എടുക്കാവുന്നത്. നമ്മുടെ ഈ ഡ്രോൺ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ബൈക്കിൽ നമ്മളൊരു ഷോട്ട് എടുത്തപ്പോണ്ട്. ഇത് ഒട്ടും വളരെ ഫേമസ് അല്ലാത്തൊരു സ്പോട്ടുകളിലൊന്ന്. അധികം ക്രൗഡല്ല ഇവിടെ. ഏകദേശം രാവിലെയൊക്കെ സമയം വന്നാലും നമുക്ക് നല്ലപോലെ ഇരുന്ന് ഇതൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് ഈ മലനാട് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് പോത്തിനെയൊക്കെ കാണാൻ പറ്റും. ഇവിടെ അടിപൊളി പോത്തൊക്കെ ഇവിടെ ഉണ്ട്. കാരണം പോത്തിനെയൊക്കെ മേയ്ക്കാൻ ഇവിടെ കൊണ്ട് കെട്ടും. കാരണം ഇഷ്ടംപോലെ പുല്ലൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇവിടെ കൃഷിയില്ലെന്നാണ് കേസ് തോന്നുന്നത്. ഇവിടെ പിന്നെ ഇവിടെ വരുന്നവർ പ്ലാസ്റ്റിക് ഒക്കെ ഒഴിവാക്കണം കേസ്. കാരണം പ്രകൃതിയെ നമുക്ക് സൂക്ഷിക്കണ്ടേ. അതിനായിട്ട് അവിടെ ഒരു യൂട്ടിലിറ്റി ബോക്സ് വെച്ചേപ്പോണ്ട്. അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇടാം, പ്ലാസ്റ്റിക് പരമായ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. കാരണം നമ്മൾ മാക്സിമം ഇതേപോലുള്ള സ്ഥലങ്ങളെ സംരക്ഷിക്കാൻ നോക്കുക. മതി ഇതോ ആ കാണുന്നതാണ് അമ്പലം. പിന്നെ അവിടെ ഇവിടുന്ന് അങ്ങോട്ട് കയറിയിട്ട് ഒരു സ്പോട്ടുണ്ട്. അവിടെ ഇതേപോലെ തന്നെ ഒരു ഇടവഴിയുണ്ട്. കൂടുതലായിട്ടും ആൾക്കാർ ഇവിടെ അറിയാവുന്നവരൊക്കെ പ്രിഫർ ചെയ്യുന്നത് അവിടെ പോയി ഇരിക്കാനായിട്ടാണ്. പിന്നെ നമ്മൾ ഏകദേശം ഇവിടെ എത്തിപ്പെട്ട് ഇവിടെയൊക്കെ വൈബടിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. അതും ഒരേപോലെയൊക്കെ തന്നെയാണ്. നല്ല രീതിയിൽ നമുക്ക് സമാധാനമായിട്ടിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ സമാധാനമായിട്ടിരിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. ചക്കോളി, ഭരണിക്കാവ്, കടമ്പനാട്, അതേപോലെ ഇവിടെ അടുത്ത് കിടക്കുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. ശൂരനാട്. അവിടെയൊക്കെ ഉള്ളവർക്ക് വൈകുന്നേരങ്ങളിൽ വന്നിരുന്ന് ഒന്ന് റിലാക്സ് ആവാൻ പറ്റിയൊരു സ്പോട്ടാണിത്. പിന്നെന്തോ പറയാനെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ വരാം. കാരണം ഇവിടെ പ്രത്യേകിച്ച് ശല്യങ്ങളൊന്നുമില്ല. നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ പറ്റും. ഫോട്ടോ ഒക്കെ എടുക്കാൻ, മറ്റേ ട്രഡീഷണൽ ആയിട്ടുള്ള റീൽസൊക്കെ ചെയ്യാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണിത്. അപ്പം നമ്മൾ ഇത് സ്ഥലമൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി അടുത്തൊരു അടിപൊളി കൊല്ലം ജില്ലയിൽ അടിപൊളി ഒരു സ്പോട്ടായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. നമ്മൾ ഇനി നിരന്തരമായിട്ടും വീഡിയോകൾ നിങ്ങൾ പ്രതീക്ഷിക്കുക. അപ്പം അത്രേ ഉള്ളൂ. ബൈ.